ഹേ ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒന്നാം തരം തേൻമുട്ടായാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നൊരു സാധനമായിരുന്നു തേൻമുട്ടായി. തേൻമുട്ടായി ഇഷ്ടമല്ലേ? തേൻമുട്ടായി ഇഷ്ടമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേൻമുട്ടായി. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. തേൻമുട്ടായുടെ കളറിന് വേണ്ടി നമ്മൾ 2 ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് തുണിയിൽ വെച്ച് പിഴിഞ്ഞതിൻ്റെ ചാറെടുക്കാം. കത്തിയൊരു എന്താ പറഞ്ഞ കേട്ടില്ല. പൂ പോലെ കൊള്ളാമോ? കേട്ടില്ല. തൊലി വേണോ? ഹായ്, അടിപൊളി. ഇതാണോ? എന്താ ഞാൻ പൊളിച്ചെടുക്കാൻ നോക്കി. അയ്യോ, ഇനി അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലേ? ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. വാവ്, കളർ കണ്ടോ? ഞാനിതൊന്ന് ഉണ്ടായിക്കോട്ടെ. എൻ്റെ ഇത് പുഞ്ഞ്. ആഹാ, നമ്മളിനി ഇത് ചാറാക്കും കേട്ടോ. തീയേ ഇതിൻ്റെ ചാറ് മൊത്തം തൊലി മൊത്തം തിന്നുവാണോ? ചോര കളറായ ആ കളർ വരും നമ്മുടെ തേൻമുട്ടായിക്ക്. തേൻമുട്ടായി ഉണ്ടാക്കി തരാടി സമ്മാനപ്പെടാം. തിന്നു കുഴപ്പമില്ല, കഴിച്ചു. പിഴിഞ്ഞതിൻ്റെ നീരെടുക്കാം. നോക്കുന്നേ, പിഴിഞ്ഞതിൻ്റെ നീര് മൊത്തം എടുത്തിട്ട് വേണം നമുക്ക് മിഠായി ഉണ്ടാക്കാൻ. ഡ്രാഗൺ ഫ്രൂട്ട് ഫുള്ള് മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് ഇനി അരിച്ചെടുക്കാം. നല്ല തോത്തിലോട്ട് നമ്മളിപ്പോൾ അരിച്ചെടുക്കാൻ പോവാം. മതി. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മൈദ. ഇത് 2.5 കിലോ മൈദയാണ്. നമുക്ക് മൈദ കുഴച്ചെടുക്കാം. ദിയായേ, ഇത്രയും മൈദയ്ക്ക് എത്ര മിഠായി ഉണ്ടാക്കാൻ പറ്റും ദിയ? കുറയോ? ചോറ് വേണോന്ന്? മിഠായി തിന്നാൻ പോകുന്നോടെ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നീരിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അയ്യോ, ആ മുട്ടായുടെ കളർ നോക്കി. ആഹാ, എങ്ങനെയുണ്ട് ദിയേ? കളർ നോക്കി ദിയേ. പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിന് വേണ്ട ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നെയ്യ്. ശകലമായിട്ട് ചാറുന്നുണ്ടെന്നു. മഴ വരും. നമ്മൾ ഇവിടുന്ന് എല്ലാം സാധനം എല്ലാം പറക്കി അകത്ത് പോകേണ്ട അവസ്ഥയാണ്. ചാറുന്നില്ല, പക്ഷെ വലിയ മഴ വരുന്നു. ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. കോരിയിട് നെയ്യ് കോരിയിട്. നല്ലപോലെ നെയ്യ് കട്ടിയായിട്ടിരിക്കുക. ഓ ഡാർക്ക്. നമുക്ക് ആ നെയ്യ് കയ്യിൽ തിരിഞ്ഞ് നെയ്യ് കട്ടിയായിപ്പോയി. ഓക്കെ, അത് തന്നെ മെൽറ്റായിക്കോളും. നല്ലപോലെ നമുക്ക് കുഴച്ച് കൊടുക്കാം. മുട്ടായി തിന്നുമ്പോൾ ഇത്രയും കഷ്ടപ്പാടുണ്ടോ മതിയേ? എന്താ എന്നാലും പിറക്കി തിന്നും. അയ്യോ, മാവ് നല്ല സെറ്റായിട്ടുണ്ട്. ആഹാ, ദിയേ ദിയയുടെ തല പോലെ മുട്ടത്തല. ഇനി നമുക്ക് പഞ്ചസാര, ഇതിന് വേണ്ട തേൻമുട്ടായിക്കുള്ള ലായനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴത്തേനെ ഒന്ന് ഇരുന്ന് സെറ്റാവട്ടെ. നമ്മുടെ മുട്ടായിക്ക് വേണ്ടിയുള്ള പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അതിനുവേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നമുക്ക് ലായനിയാക്കി എടുക്കാം. കേക്ക് വേണ്ട. കേക്ക് കൊടുത്ത് തിന്നു.
പീസ് പീസായിട്ട് നമുക്ക് മുറിച്ച് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാം. ഇങ്ങനെ പരത്തി എടുക്കാം. എന്തിയേ ഞാൻ പരത്തണ്ട, കണ്ടാൽ മതി. അങ്ങനെ ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നെല്ലിക്കയോ? നെല്ലിക്കല്ലേ മിഠായി ഉണ്ടോ? ഇതാണ് മിഠായി. ഇത് നമ്മളിനിയും എണ്ണയ്ക്കകത്ത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ല നോക്കൂ 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 തീയേ വല നമ്മുടെ തേൻമുട്ടായി വറുത്തെടുക്കാനായിട്ട് നമുക്ക് പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മുട്ടായി നമുക്ക് തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ആഹാ, നല്ലപോലെ വറക്കാൻ ചേച്ചി. ആദ്യത്തെ മിഠായി കോരിയെടുത്ത് ഇത് നമുക്ക് പാനിക്കകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ മിഠായി നമ്മൾ പാനിക്കകത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പാനിക്കകത്തിലേക്ക് ഇട്ടിട്ട് ഫുള്ള് നിറഞ്ഞ് നമ്മൾ ഇത്രയും കൂടെ എണ്ണക്കകത്തിൽ ഇടാനായിട്ട് ബാക്കിയുണ്ട്. എണ്ണക്കകത്ത് അവിടെ കിടന്ന് മൊരിയുന്നുണ്ട്. കുറേ നമ്മൾ പാനിക്കകത്തിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പാനിക്കകത്തിൽ നിന്ന് കോരി വെച്ചത് കുറച്ചുണ്ട്. എന്തായാലും ഇപ്പം കഴിച്ച് നോക്കണ്ട. നമുക്ക് നാളെ രാവിലെ നമുക്ക് ഒരു ദിവസം ഫുള്ള് രാത്രി മൊത്തം ഇത് സെറ്റായിട്ട് ഇതിനകത്ത് ഇരിക്കട്ടെ. പാനി മൊത്തം ഇതിനകത്ത് പിടിക്കട്ടെ. അത് കഴിയുമ്പോൾ നാളെ രാവിലെ നമുക്ക് കഴിച്ച് നോക്കാം. ഇപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സാധനം നമുക്ക് മൊരിച്ചെടുത്ത് സെറ്റാക്കി വെക്കാം. നാളെ രാവിലെ നോക്കാം. എനിക്ക് ഇഷ്ടമാണോ ഈ മിഠായി? ഈ മിഠായി ആണോ? നാളെ രാവിലെ നമുക്ക് മിഠായി കഴിക്കണേ. നാളെ രാവിലെ ഇവിടെ കാണുമോ? എവിടെ പോവാ? ആ, കടയിൽ പോകണ്ട, ഇവിടുന്ന് ഞാൻ മിഠായി തരാം. അങ്ങനെ നമ്മുടെ തേൻ മിഠായി ദിയേ, തേൻ മിഠായി നമ്മുടെ താഴെ പോകാൻ പിടിച്ചു. അപ്പോൾ തേൻ മിഠായി തിന്ന് നോക്കാം. കഴിച്ചു നോക്ക് ഇത് കഴിച്ചു നോക്ക്. വേണ്ടേ? അപ്പോൾ സാധനം കിടുവാണ്. ഞങ്ങൾ സോഡാപ്പൊടി ചേർത്തിട്ടില്ല. കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർക്കാൻ നല്ലപോലെ വെറുതെ വരും. ഇത് മൊത്തം കഴിക്കണ്ടേ? ഫുള്ളിരുന്ന് കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ടാറ്റ വിടും. ടാറ്റാ.